ഹായ് ഹലോ, ഞാൻ ഷഹൽ. ആൻഡ് ഇന്ന് നമ്മൾ പുതിയൊരു വ്ളോഗാണ്. ഞാൻ വിസ ചേഞ്ച് ചെയ്തായിരുന്നു. അപ്പം ആ വിസ ചേഞ്ചിൻ്റെ സമയത്ത് എനിക്കൊരു മെഡിക്കൽ പ്രോസസ്സ് ഉണ്ട്, അതെല്ലാവർക്കും ഉള്ളതാണ്. അപ്പം ആ ഒരു മെഡിക്കൽ ചെക്കപ്പിനായിട്ട് മെഡിക്കൽ ഫിറ്റ്നസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിന്ന് മെഡിക്കൽ സെൻറ്ററിലേക്ക് പോവാണ്. നമ്മൾ മുഹൈസ്നയിലെ മെഡിക്കൽ സെൻറ്ററിലേക്കാണ് ഇന്ന് പോകുന്നത്. ഈ മെഡിക്കൽ പ്രോസസ്സ് എങ്ങനെയാണ്, എന്താണ്, അവിടെ എന്തൊക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഈ വ്ളോഗിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. അപ്പം എല്ലാവരും ഈ വ്ളോഗ് സ്കിപ്പ് ചെയ്യാണ്ട് മൊത്തത്തിൽ കാണുക, നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റും. അപ്പം ഞാൻ ഇന്ന് പോകുന്നത് ആദ്യമായിട്ട് ബനിയ സ്ക്വയർ എന്നാണ്. അപ്പം ഇവിടുന്ന് മെട്രോ കയറി എങ്ങനെ പോകണം, എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് ഞാൻ ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരണം. ഓക്കെ ഗൈസ്, എല്ലാവരുടെയും ഫേസ് കാണിക്കുന്ന റെസ്ട്രിക്റ്റഡ് ആയതുകൊണ്ട് ഞാനങ്ങനെ എല്ലാവരുടെയും ഫേസ് ഇതിൽ കാണിക്കുന്നില്ല. ഐ എം സോറി. അപ്പം നമ്മളാദ്യം മെട്രോയുടെ അകത്തേക്ക് ആക്സസ് കയറാണ്. നമുക്കിപ്പോൾ ആദ്യം പോകേണ്ടത് അൽഹദ മെട്രോ സ്റ്റേഷനിലേക്കാണ്. ഇവിടുന്ന് പോകും കുറച്ചും കൂടി പെട്ടെന്നായിട്ടുള്ള ആക്സസ് കിട്ടാൻ. അപ്പം നമ്മൾ ഈ എൻഡ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം നമ്പർ 1 പോകാം. അപ്പം നമ്മളിപ്പം നമ്മുടെ മെട്രോ വരും. നമ്മൾ ആ മെട്രോയിൽ അൽനാദ വരെ പോകുന്നുണ്ട്. നമ്മുടെ മെട്രോ എത്തിക്കഴിഞ്ഞ് ഈ മെട്രോയിൽ നമ്മൾ അൽനാദ വരെ പോയിട്ട് പിന്നെ അവിടുന്ന് മൊഹൈസ്നയ്ക്കുള്ള ബസ്സിലാണ് പോകുന്നത്. ഗൈസ്, ഇതാണ് മൊഹൈസ്ന. ഇവിടെയാണ് നമ്മൾ ബസ് വന്നിട്ട് ഇറങ്ങുന്ന. മൊത്തം ലേബേഴ്സാണ് ഗൈസ്. ഇവിടെയാണ് മൊത്തം ഏറ്റവും കൂടുതൽ ദുബായിലെ ലേബർ ക്യാമ്പുള്ള ഒരു സ്ഥലമാണ്. ഒന്ന് അൽക്കൂസ്, രണ്ടാമത് മൊഹൈസ്നയിലാണ്. അപ്പം ഈ മൊഹൈസ്നയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് മൊത്തം ഇതാണ് ലേബർ ക്യാമ്പും. ഇതാണ് ലേബർ ക്യാമ്പ് വരുന്ന. ഇതിൽ ഓൾമോസ്റ്റ് ഒരു 70-75% എല്ലാം പ്രൈവറ്റ് ലേബർ ക്യാമ്പും, ബാക്കി വരുന്നതെല്ലാം ഒരു 30% എല്ലാം 25% എല്ലാം ഗവൺമെൻറ്റാണ്. ഇതാണ് മൊഹൈസ്നയിലെ ഫിറ്റ്നസ് സെൻറ്റർ. അതിൻ്റെ ഉള്ളിൽ പോയിട്ട് മെഡിക്കൽ ടൈപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ പുതിയതായിട്ട് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഇതാണ് എൻട്രൻസ്. എലിവേറ്റർ കയറിയിട്ട് റൈറ്റ് സൈഡിൽ നമുക്ക് നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയ ടോക്കൺ അത് ഇവിടെ സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോഴാണ് ഓർ രജിസ്റ്റർ ചെയ്യുന്നത്. നമ്മളെ പാസ്പോർട്ടും കാര്യങ്ങളെല്ലാം ഇവിടെ വെരിഫൈ ചെയ്യും. എന്നിട്ട് നമ്മൾ ആ ടോക്കൺ ഈ സ്ക്രീനിൽ കാണും വരെ. ഇതാണ് എനിക്ക് കിട്ടിയ ടോക്കണ്. ഇതാ ഈ സ്ക്രീനിൽ നമുക്ക് കാണുമ്പം നമ്മുടെ സമയമായെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിൻ്റെ ഉള്ളിലാണ് ബ്ലഡ് ടെസ്റ്റ്. അപ്പോൾ നമ്മുടെ ബ്ലഡ് ടെസ്റ്റ് കഴിഞ്ഞ് എക്സ്റേയും കഴിഞ്ഞ് ഇതാണ് ഇൻസ്ട്രക്ഷൻ. നമ്മളെ ഷർട്ടിൽ അയച്ചിട്ട് ഇതാണ് എക്സ്റേ റൂം. ഈ കാണുന്നതിൻ്റെ ഉള്ളിലാണ് എക്സ്റേ എടുക്കുന്ന. ഇതെല്ലാം റെസ്ട്രിക്റ്റഡ് ആണ്, നമ്മളിപ്പോൾ അതൊക്കെ കാണിക്കുന്നുള്ളൂ. അപ്പോൾ ഗൈസ്, നമ്മൾ മെഡിക്കലെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ പോകുന്നില്ലാന്ന് ബാക്ക് ടു ഹോം. ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നമുക്ക് മെഡിക്കൽ ആകെ വന്നിട്ടുള്ളത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് ബ്ലഡ് ടെസ്റ്റും, രണ്ടാമത് എക്സ്റേ ആണ്. ഈ എക്സ്റേ എന്ന് പറയുന്നത് റിന്യൂവൽ വിസയ്ക്ക് വരാറില്ല എന്നാണ് എൻ്റെ ഒരു ഊഹം വെച്ചിട്ട് ഞാൻ പറയുന്നുണ്ടെങ്കിൽ. എക്സ്റേ വരാറില്ല സാധാരണയായിട്ട്. അപ്പം ഇവിടെ പിന്നെ എൻ്റേത് വിസ ചേഞ്ച് അല്ലെങ്കിൽ ന്യൂ വിസ എന്നും പറയാം. ഓക്കെ, അതുകൊണ്ട് നമുക്ക് 2 കാര്യങ്ങൾ വരുന്നുണ്ട്. പുതിയ വിസക്കാർക്ക് എല്ലാവർക്കും 2 കാര്യങ്ങളും വരാറുണ്ട് ഗൈസ്. പിന്നെ ഇത് ലേബർ ക്യാമ്പിൻ്റെ സൈഡായതുകൊണ്ട് തന്നെ ഇന്ന് പിന്നെ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കൊന്നുമില്ല. പക്ഷേ ഞാൻ അൽബർഹയിൽ പോയിട്ടുണ്ടായിരുന്നു. സോറി, അത് ഞാൻ വ്ളോഗ് എടുക്കാൻ മറന്നിട്ടുണ്ട്. അപ്പം അൽബർഹയിൽ നല്ല തിരക്കാണ് ഗൈസ്. അതുകൊണ്ട് നമ്മൾ അൽബർഹയിൽ പോയിട്ടില്ല. അവിടെ നിന്ന് വേണ്ടാന്ന് വെച്ചിട്ട് നമ്മൾ മൊഹൈസ്നയ്ക്ക് വന്നതാണ്. ഓക്കെ, അപ്പം മൊഹൈസ്നയിൽ നല്ല തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് പോയപാടെ നമുക്ക് ഷടപട ചെയ്യുന്ന കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട്. അപ്പം അതുകൊണ്ട് നമ്മൾ ഇതിപ്പം എല്ലാം കഴിഞ്ഞിട്ട് നമ്മളിപ്പം തിരിച്ച് വീട്ടിൽ പോകുന്നതാണ്. പിന്നെ ഇനിയിപ്പം അടുത്തതായിട്ട് നമ്മൾ വിസ വരും. കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ എമിറേറ്റ് സൈഡിൽ കിട്ടും. നമുക്ക് ജോലി കയറാം. ചില കമ്പനിയിൽ ID കിട്ടിയിട്ട് ജോലിക്ക് കയറാൻ സമ്മതിക്കുന്നുള്ളൂ. ചില കമ്പനിയിൽ അങ്ങനെയല്ല.
ഗൈസ് സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന് വന്നിട്ട് ചെയ്യാൻ പറ്റുന്ന അത്രയും പെട്ടെന്ന് ചെയ്യേണ്ട കാര്യമാണ് ഈ മെഡിക്കൽ എന്ന് പറയുന്നത്. കാരണം നമ്മൾ എത്ര നീട്ടിക്കൊണ്ട് പോകുന്നു അത്രയും നമ്മുടെ ഐ ഡിയിലും വിസയിലും എല്ലാം ഡിലേ വരുന്നുണ്ട്. അപ്പം പിന്നെ ഇപ്പം കറൻ്റ്ലി ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണെന്ന് വെച്ചാൽ നല്ല തിരക്ക് വരുന്നുണ്ട്. അതായത് ഐ ഡി എല്ലാം പ്രിൻ്റ് ചെയ്ത് കിട്ടാനെല്ലാം നല്ല സമയം എടുക്കുന്നുണ്ട്. ഞാൻ അറിയുന്ന ഒരു ടൈപ്പിംഗ് സെൻറ്ററിൻ്റെ ആൾക്കാർ തന്നെ എന്നോട് പറയുന്നുണ്ട് ഓൾമോസ്റ്റ് 20-25 ഡേയ്സ് അല്ലെങ്കിൽ 1.5 മാസം എടുത്ത അവസ്ഥ കൂടിയുണ്ട്. നമ്മളതെല്ലാം കണക്കിലെടുത്തിട്ട് വേണം നമ്മളിത് ചെയ്യാൻ കൊടുക്കാൻ വേണ്ടിയിട്ട്. ഗൈസ് നമ്മൾ തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് നമുക്ക് വീണ്ടും മുഹസ്നയിൽ തന്നെ ബസ് സ്റ്റേഷൻ്റെ അടുത്ത് വരാൻ നമ്മൾ ആ സിഗ്നലിൻ്റെ അടുത്താണ് ഉള്ളത്. ഇപ്പോഴും തിരക്ക് ഒഴിഞ്ഞിട്ടൊന്നുമില്ല, നല്ല തിരക്കാണ്, നല്ല ട്രാഫിക്കും എല്ലാം ഉണ്ട്. സാധാരണ ഞായറാഴ്ച ആയതുകൊണ്ട് ട്രാഫിക്ക് കുറവാകാനാണ് സാധ്യത എന്നാണ് വിചാരിച്ചത്. പക്ഷെ ഞായറാഴ്ച പോലും ഇത്രയും തിരക്കുണ്ടെങ്കിൽ പാവം ഇവർക്കാരും ഞായറാഴ്ച പോലും അവധിയില്ല ഗൈസ്. അതാണ് സത്യാവസ്ഥ. പോലീസ് വണ്ടി ഒരു സൈക്കിളിന് ഓടിക്കുന്നുണ്ട്. അത് പോലീസ് വണ്ടിയായിരുന്നു. ഇവിടെ സൈക്കിളിന് ഭയങ്കര റെസ്ട്രിക്ഷനാണ്. ഇപ്പോൾ കുറേ വണ്ടികൾ പിടിക്കുന്നുണ്ട്. കാരണം ഈ വണ്ടികളെല്ലാം നിയമവിരുദ്ധമായിട്ട് ഓടിക്കുന്നതുകൊണ്ടാണ്. അതായത് സൈക്കിൾ നിയമവിരുദ്ധമായിട്ട് ഓടിക്കുന്നതുകൊണ്ട് ഇവർ നല്ലോണം അത് പിടിച്ചു വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പം ബസ് സ്റ്റേഷനിലെത്തി തിരിച്ചു പോകാനുള്ള. അപ്പം നമ്മുടെ ഗൂഗിൾ ജീൻ്റെ അഡ്വൈസ് പ്രകാരം നമ്മുടെ ബസ് 5:24 ഗൈസ്. ഇതപ്പോൾ പിന്നാലെ ബാക്കിൽ കാണുന്നതാണ് നമുക്ക് പോകാനുള്ള ബസ് നമ്പർ 30. അപ്പം നമ്മൾ ഈ ബസ്സിലാണ് ഇപ്പം പോകുന്ന. അപ്പം ഈ വ്ലോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നതാണ്. ദിസ് ഇസ് ഷാഹിൽ സൈനിങ് ഓഫ് ഫ്രം മഹേസ്ന. കൂടുതൽ ഇൻഫോർമേറ്റീവിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.